ഇപ്പോൾ അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാസ്യത്തിന്റെ കൂരമ്പുകളാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്ന ഉഴവൂർ വിജയൻ വിട പറയുകയാണ്. അദ്ദേഹത്തിന്റെ വസതിയായ കുറിച്ചിത്താനത്തെ വീട്ടുവളപ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാന ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉഴവൂരിലെ കുറിച്ചിത്താനത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാന ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക.
ഊർജ്ജസ്വലനായി സംസ്ഥാനം മുഴുവൻ ഓടി നടന്നിരുന്ന ഉഴവൂർ ചിരിയും ചിന്തകളും ഇനി ബാക്കിയാകുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവർക്കും സുഹൃത്തും രസികനുമൊക്കെ ആയിരുന്ന ഉഴവൂർ വിജയൻ ഇനി ഇല്ല. അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനായി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഇന്നലെ പൊതുദർശനത്തിന് വെച്ച തിരുനക്കര മൈതാനിയിലും ഒപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയായ ഉഴവൂർ കുറിച്ചിത്താനത്തേക്കും എത്തിയത്. ഹാസ്യത്തിൻ്റെ കൂരമ്പുകളാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്ന നേതാവായിരുന്നു ഉഴവൂർ. ധർമ്മപ്രഭാഷണത്തിലൂടെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തകളും ഇനി ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ഉഴവൂരിലെ കുറിച്ചിത്താനത്തെ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ചുറ്റും കൂടുന്നവർക്ക് എന്നും പൊട്ടിച്ചിരി മാത്രം സമ്മാനിച്ച രാഷ്ട്രീയ നേതാവ് നിറകണ്ണുകളോടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഉഴവൂർ ഇപ്പോൾ യാത്രയയപ്പ് നൽകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു പ്രഭാതത്തിലെ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ വേർപാട് ഇപ്പോഴും പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ ആകുന്നില്ല എന്നത് തന്നെയാണ് സത്യം. ഇപ്പോൾ TP പ്രശാന്ത് ഉഴവൂർ വിജയൻ്റെ വസതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്. സോമി, ഇപ്പോൾ അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയനെ യാത്രാമുഖിയാകാൻ വൻ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. മന്ത്രിമാരായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ തോമസ് ചാണ്ടി തുടങ്ങിയ നേതാക്കളും ഇവിടെയുണ്ട്. പ്രൊഫസർ C രവീന്ദ്രനാഥ് അടക്കമുള്ളവർ എത്തി അഭിവാദ്യം അർപ്പിച്ചിരുന്നു, അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തിയാകാൻ പോകുന്നു. മാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ബഹുമതി ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അതിന്റെ സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് അടക്കും. ഉഴവൂർ വിജയന്റെ സഹോദരി പുത്രനായിട്ടുള്ള പാർത്ഥസാരഥിയാണ് ഇത് സംബന്ധിച്ച സംസ്കാര ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. അല്പ സമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇപ്പോഴും ഇങ്ങോട്ട് അണമുറിയാത്ത ഒരു ജനപ്രവാഹം തന്നെയാണ് ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേരാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വടിവൊത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കൊപ്പം നാടൻ ശൈലിയും നർമ്മവും എല്ലാം വാരിവിതറിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഇടം, ആ ഇടം എത്രയേറെ വ്യാപ്തിയേറിയതായിരുന്നു, അല്ലെങ്കിൽ എത്രയേറെ ആഴത്തിലുള്ള ബന്ധങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ കാണിക്കുന്നത്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം തീർത്ത ബന്ധങ്ങൾ, പ്രസംഗവേദികളിൽ നാടൻ ശൈലിയും നർമ്മവും എല്ലാം വിതറിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മട്ടത്തേക്ക് ജനങ്ങളെല്ലാം തന്നെ കൈപിടിച്ചുകൊണ്ടിരുത്തുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക്, ആ പങ്കിനെയെല്ലാം തന്നെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ ഏറ്റിയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രാമൊഴി ചടങ്ങിലേക്കും ഒഴുകിയെത്തുന്ന ജനസഞ്ചയം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. ഒപ്പം നിരവധി പേർ, അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള നേരിട്ടെത്തി അദ്ദേഹം കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഇപ്പോഴും മുഖ്യമന്ത്രി ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ തങ്ങുന്നുണ്ട്. കാരണം ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകുന്നതിന് മുഖ്യമന്ത്രി തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരം സമീപത്ത് അനുശോചന യോഗം ചേരുന്നുണ്ട്. അനുശോചന യോഗത്തിൽ പങ്കെടുത്ത ശേഷമേ മുഖ്യമന്ത്രി മടങ്ങുകയുള്ളൂ. വലിയ ഒരു ആദരം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു രാഷ്ട്രീയ തറവാട്ടിൽ നിന്നുകൊണ്ട് ഒരു ചിരിയുടെ, അല്ലെങ്കിൽ ജനങ്ങൾ ലോലപ്പൻ നമ്പാടനും EK നായനാരും എല്ലാം സൃഷ്ടിച്ച ആ വഴികളിലൂടെ അദ്ദേഹം പോയി എന്നുള്ളതാണ്
അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള ആ ഒരു ജനസഞ്ചയം അതിന് തെളിവാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി ഇടതുപക്ഷത്തോട് കൂറ് പ്രഖ്യാപിച്ചിരുന്നു. ആ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ അദ്ദേഹം അതിലൂടെ എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു തമാശ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ശൈലിയിലും ഇടതുപക്ഷത്തോടുള്ള കൂറും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് അത് പോകാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സും എല്ലാം അദ്ദേഹം എപ്പോഴും കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ ഇപ്പോൾ നിരവധി പേരാണ് അവസാനമായി കാണുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകളെല്ലാം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സഹോദരി പുത്രൻ പാർത്ഥസാരഥിയാണ് സംസ്കാര ചടങ്ങുകൾ അച്ഛതയ്ക്ക് തീ കൊളുത്തുക. പ്രശാന്ത്, അധികമൊന്നും കൊട്ടുഘോഷിക്കപ്പെടാത്ത ഒരു നേതാവായിരുന്നു ഉഴവൂർ വിജയൻ. ഒരുപക്ഷെ ഉഴവൂർ എന്ന നാടിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്ന ഒരു ജനനേതാവ്, ചുറ്റും കൂടിയിരിക്കുന്നവർക്ക് എന്നും ചിരി മാത്രം സമ്മാനിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ജന്മനാട് അദ്ദേഹത്തിന് വിട നൽകുന്നത്? ഇപ്പോഴും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിനായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായും ഉഴവൂർ എന്നാൽ ഒരു സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേരിനൊപ്പം അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് വിജയൻ എന്നുള്ള പേര് കൂടുതൽ ചിലപ്പോൾ ആളുകൾ ഓർത്തില്ലെങ്കിലും ഉഴവൂർ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്കെല്ലാം ഓടിയെത്തുന്ന ഉഴവൂർ വിജയൻ എന്ന ആ ഒരു മുഖം തന്നെയാണ്, ആ ഒരു ചിരിയാണ്. കാരണം ആത്മാർത്ഥത പറഞ്ഞ ചിരി എന്നും മുഖത്ത് സൂക്ഷിക്കുന്ന ഗൗരവക്കാരനായ രാഷ്ട്രീയക്കാരനായിട്ട് തന്നെയാണ് ഉഴവൂർ വിജയനെ നാട്ടുകാർ കാണുന്നത്. കാരണം ഈ നാടിന്റെ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം സഞ്ചരിക്കാൻ യാതൊരു മടിയും കാട്ടാത്ത നേതാവ്. ഇപ്പോൾ പ്രവർത്തകർ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇനിയും ജ്വലിച്ചു നിൽക്കും എന്ന തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അവർ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ അവർ അദ്ദേഹത്തോട് ആദരം കാണിക്കുന്നത്. സംസ്ഥാന ബഹുമതികളെല്ലാം തന്നെ ഇപ്പോൾ നൽകി കഴിഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ അവരുടെ മനസ്സിൽ നിൽക്കുന്ന അദ്ദേഹത്തോടുള്ള ആ ഒരു നേതാവിനുള്ള ഇഷ്ടം, അദ്ദേഹത്തിനുള്ള ഒരു ആരാധന എന്നല്ല, അദ്ദേഹത്തിനുള്ള ഒരു സൗഹൃദം, ആ സൗഹൃദത്തിന്റെ എല്ലാം തന്നെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ. പ്രശാന്ത് വീണ്ടും ചേരുന്നു. ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത്, ഏതൊക്കെ ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുവാനായി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നത്? ഒപ്പം തന്നെ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടു, അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ തന്നെ ഇപ്പോൾ തങ്ങുന്നുണ്ട്. അനുശോചന സമ്മേളനമെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മടങ്ങി പോവുക. മുഴുവൻ സമയം ഇവിടെ നിൽക്കാൻ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം NCPയുടെ ദേശീയ നേതാവായിട്ടുള്ള താരിഖ് അൻവർ, അതുപോലെ സംസ്ഥാന മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് മാഷ് അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഒപ്പം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ എല്ലാ പ്രമുഖരെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ അദ്ദേഹവുമായി ബന്ധം സൂക്ഷിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, ജില്ലാതല നേതാക്കന്മാർ, അതുപോലെ തന്നെ ഉഴവൂരിനോട് അല്ലെങ്കിൽ ഉഴവൂർ വിജയനോട് അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, അങ്ങനെ ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇങ്ങോട്ട്. ഏതായാലും സംസ്കാര ചടങ്ങുകളുടെ എല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. സംസ്ഥാന ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാരം. ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനായിട്ടുള്ള പാർത്ഥസാരഥിയാണ് ചിതയ്ക്ക് തീ കൊളുത്തുക. അത് എല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഉഴവൂരിനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമായത് ഉഴവൂരിന്റെ തന്നെ ഒരു പ്രിയപ്പെട്ട പുത്രൻ. അദ്ദേഹം ഉഴവൂരിന്റെ മണ്ണിലേക്ക് ഇതാ മടങ്ങിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം എന്തെല്ലാം തിരക്കുകൾ ഉണ്ടായാലും
ആ തിരക്കുകൾക്ക് ശേഷം അദ്ദേഹം ഉഴവൂർ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം ഇവിടുത്തെ ചായക്കടകളിലും ഇവിടുത്തെ ജൗളിക്കടകളിലും ഇവിടുത്തെ സ്കൂളുകളിലും എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പോകുമായിരുന്നു. ആളുകളെ കാണുമായിരുന്നു, ബന്ധങ്ങൾ പുതുക്കുമായിരുന്നു. ഒരു ഉഴവൂരുകാരനെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് വലിയ നേതാവ് വന്നാലും എന്റെ നാട്ടുകാരനാണ് എന്ന അഭിമാനത്തോടു കൂടി അവരെ പരിചയപ്പെടുത്തുമായിരുന്നു. അത്തരത്തിൽ ഉഴവൂരുകാരെ സംബന്ധിച്ച് വലിയ ഒരു സ്വത്താണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് എന്ന് തന്നെ വേണം. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അദ്ദേഹം വിളങ്ങുമ്പോഴും ഉഴവൂരിന്റെ സ്വകാര്യ സ്വത്ത് ഇപ്പോൾ ഒരു സ്വകാര്യ ദുഃഖം. അങ്ങനെ അത്തരത്തിൽ ജനങ്ങൾ വളരെയധികം, കാരണം അദ്ദേഹത്തെ സ്നേഹിച്ച, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തെ സ്നേഹിച്ച നിരവധി ആരാധകരുണ്ട്. അവരെല്ലാം തന്നെയാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയതും അദ്ദേഹത്തിന് യാത്രാമൊഴിയേകിയതും. അതെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും വടിവൊട്ട രാഷ്ട്രീയ പ്രസംഗങ്ങളിലൂടെ നർമ്മവും നാടൻ ശൈലിയുമെല്ലാം കലർത്തിക്കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ തറവാട്ടുമുറ്റത്ത് ഇനി ഉഴവൂർ വിജയൻ ഉണ്ടാകില്ല എന്നുള്ള ഒരു സത്യം, ആ സത്യത്തെ വളരെ കണ്ണീരോടുകൂടി തന്നെ നെഞ്ചേറ്റിയാണ് അവർ ഇവിടെ നിന്നും മടങ്ങുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ തിരുവത്തത്തേക്ക് ഇനി നിരവധി പ്രസംഗങ്ങൾ കേൾക്കാൻ, ഉഴവൂർ വിജയന്റെ പ്രസംഗം കേൾക്കാൻ ഇനി കഴിയില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം എല്ലാവരും പങ്കുവെക്കുന്നു. ഒപ്പം നാട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള യാത്രാമൊഴി വളരെയധികം എന്നും ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടും വിധമുള്ള ഒരു യാത്രാമൊഴിയാണ് ഈ നാട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഇനി ഉഴവൂരിന്റെ ആ പ്രിയപ്പെട്ട പുത്രൻ ഉഴവൂരിന്റെ മണ്ണിൽ ഉറങ്ങുകയാണ്. ഉഴവൂരുകാരുടെ ആ സ്വത്ത്, അല്ലെങ്കിൽ ഉഴവൂരുകാർക്ക് എന്നോ അഭിമാനമായിരുന്ന അവരുടെ പ്രിയപ്പെട്ട വിജയേട്ടൻ ഇപ്പോൾ ഈ ഉഴവൂരിന്റെ മണ്ണിൽ തിരിച്ച് മടങ്ങി വന്നിരിക്കുന്നു. ചേതനേറ്റ ശരീരമായി അദ്ദേഹത്തിന് ഈ ഉഴവൂരിന്റെ മണ്ണ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. പ്രശാന്ത്, ഒരു പക്ഷേ ഉഴവൂർ വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഏത് വേദികളിലെത്തിയാലും ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് തൻ്റെ നർമ്മത്തിലൂടെ തന്നെ ചുട്ട മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നു. തികച്ചും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതീവ ഗൗരവമെന്ന് കരുതുമ്പോഴും അതിലും ഒരു ലാളിത്യം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഉഴവൂർ വിജയൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാടിനെ ജന്മനാട് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അദ്ദേഹത്തെ കാണുന്നതിനായി അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ ഇപ്പോഴും? ഇപ്പോഴും നാട്ടുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയവർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. കാരണം ഈ നാട് അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒപ്പം അദ്ദേഹവും ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തം നാട്ടിൽ ചിലപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഓടിയെത്തുന്ന പതിവ് ശൈലികളായിരിക്കാം ഒരുപക്ഷെ നേതാക്കന്മാർക്കുണ്ടാവുക. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് ഇത് എപ്പോഴും നാട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും എന്നാൽ കേരളത്തിന്റെയും രാജ്യത്തിലേക്ക് വിവിധ ഭാഗങ്ങൾ ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു നേതാവ് കിട്ടുമ്പോൾ സമയങ്ങളെല്ലാം ഉഴവൂരിലേക്ക് മടങ്ങിയെത്തും. വീട്ടിൽ കാരാംകുന്നിൽ തറവാട്ടിലിരിക്കും, അവിടെ ആളുകൾ ഒത്തുകൂടും. സമീപത്തെ ചായക്കടയിൽ അദ്ദേഹം പോയിരിക്കും, അവിടെയും ആളുകൾ ഒത്തുകൂടും. അങ്ങനെ ഒരു വലിയ സൗഹൃദ വലയം, അതിന് പ്രായഭേദമന്യേ വ്യത്യാസമില്ലാത്ത വലിയൊരു സൗഹൃദ വലയം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ കളിയാക്കിയിരുന്നു. അല്പം മുമ്പ് മുൻ DCC അധ്യക്ഷനായ ടോമി കല്ലാനി അടക്കമുള്ളവർ ചില തമാശകൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം ചിതയിലേക്ക് വെക്കുമ്പോൾ പോലും സുഹൃത്തുക്കൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അദ്ദേഹം ഇവിടെ ബാക്കി വെച്ചിട്ട് പോയ ചില തമാശകളാണ്. കാരണം 1979 KSUവിന്റെ നേതാവായിരുന്ന കാലത്ത് ഉഴവൂർ വിജയനുമായിട്ടുള്ള സൗഹൃദമടക്കമുള്ള ചില കഥകൾ ഇവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പങ്കുവച്ചിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ കയ്യിൽ പൈസയൊന്നുമില്ലാതെ DCC ഓഫീസിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം. ആ കാലത്ത് അവിടേക്ക് പോക്കറ്റിൽ കാശുമായി കടന്നു എന്ന റെക്കോർഡ് ബുക്ക് വാങ്ങിക്കാൻ കടന്നു എന്ന ടോമി കല്ലാരിയുടെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹം 100 രൂപ കണ്ടപ്പോൾ ചോദിച്ചു, ഭക്ഷണം കഴിക്കാനുള്ള പൈസയായിരുന്നു. അപ്പൊ ചോദിച്ചു, ഈ പൈസ എന്തിനു കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ഒരു റെക്കോർഡ് വാങ്ങിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഉഴവൂർ വിജയൻ ആ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് പറഞ്ഞു, കെമിസ്ട്രിയെ നമുക്ക് വാങ്ങാം, ഫിസിക്സിനെ നമുക്ക് തിന്നാം എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള തമാശകളടക്കമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഉഴവൂർ വിജയൻ ബാക്കി വെച്ചു പോയത് ഈ നാടിന്റെ നന്മയാണ്, ഇത്തരത്തിലുള്ള തമാശകളാണ്. അതെല്ലാം ഓർത്ത് ഉഴവൂരിനെ കുറിച്ച് ആളുകൾ ഉള്ളിൽ നീറുമ്പോഴും പുറമെ അവർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ നാട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
പ്രശാന്ത്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അവിടെ എത്തിയിട്ടുണ്ടോ? ആരൊക്കെയാണ് അവിടെ ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത്? മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം സംസ്ഥാന മന്ത്രിമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം NCPയുടെ നേതാവ് താരിഖ് അൻവർ അടക്കമുള്ള നേതാക്കളുണ്ട്. ജില്ലയിലെ അതുപോലെ സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് സമീപം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അന്തിമ കർമ്മങ്ങൾ, അതായത് സംസ്കാര കർമ്മങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ, കാരണം ഇവിടെ എത്തിയിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടെ കൂടി നിൽക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതികരിച്ചിട്ടുള്ള വ്യക്തികളും വ്യക്തിത്വങ്ങളും എല്ലാം ഉണ്ട്. നാടിന്റെ നാനാതുറകളിലും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന നിരവധി പേരുണ്ട്. അങ്ങനെ രണ്ടോ മൂന്നോ പേരുകൾ മാത്രം പരാമർശിക്കാനുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ സമീപത്തുണ്ട്. അതുപോലെ കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ തുടങ്ങിയ നേതാക്കളുണ്ട്. നിരവധി മുൻ ധനകാര്യ മന്ത്രി KM മാണി അദ്ദേഹം അന്ത്യോദയ അർപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു. അതുപോലെ MLA-മാരായിട്ടുള്ള മോൻസ് ജോസഫ്, അതുപോലെ അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉഴവൂരിന്റെ സംസ്കാര ചടങ്ങുകൾ കുറിച്ചിത്താനത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങുകൾ കുറിച്ചിത്താനത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഉഴവൂർ തൻ്റെ കാണികളെ ഏറ്റവും അധികം രസിപ്പിച്ചിട്ടുള്ള ഉഴവൂർ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്, സ്വന്തം നാട്ടുകാർ അദ്ദേഹത്തിന് വികാരനിർഭരമായ യാത്രയയപ്പ് തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ TP പ്രശാന്ത് കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, എത്രത്തോളം വികാരനിർഭരമാണ് അദ്ദേഹത്തിന് നൽകുന്ന അന്ത്യയാത്ര? വിജയനെ കാണാൻ ഇവിടെ നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എത്തിയിരുന്നു, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടുകാരും ഇപ്പോൾ ഇവിടെ വളരെ, കാരണം ദുഃഖത്തോടുകൂടി, അടക്കിപ്പിടിച്ച ദുഃഖത്തോടു കൂടി ഈ ചിതയ്ക്ക് സമീപം എല്ലാവരും നിൽക്കുന്നു. അദ്ദേഹത്തിന് യാത്രാമൊഴിയേകാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. NCPയുടെ ദേശീയ അധ്യക്ഷൻ താരിഖ് അൻവർ അടക്കമുള്ള ദേശീയ തലത്തിലെ നേതാക്കളും ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഉഴവൂരിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളോടുകൂടി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ബഹുമതികളോടുകൂടി തന്നെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ഉഴവൂർ വിജയന്റെ സഹോദരി പുത്രൻ പാർത്ഥസാരഥി ചിതയ്ക്ക് തീ കൊളുത്തും. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വടികൊത്ത പ്രസംഗങ്ങളിലൂടെ നാടൻ ശൈലിയും അതുപോലെ നാടിന്റെ മർമ്മമറിയാവുന്ന ചില പുതുക്കുകൊള്ളുന്ന പ്രയോഗങ്ങളുമെല്ലാം തന്നെ നടത്തി ജനഹൃദയങ്ങളിൽ വളരെ ആഴത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, പ്രത്യേകിച്ച് ഇന്നലെ കോട്ടയം തിരുനക്കര മൈതാനിയിലും അതിനുശേഷം ഉഴവൂരിലെ കുറച്ചുതനം സ്കൂളിന് സമീപത്തും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം, ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ ഈ നാട് വിങ്ങുന്ന കാഴ്ചയായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ ഇത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നുള്ള അതിന്റെ ഒരു പ്രഥമ ദൃഷ്ടാന്തം നമുക്കിവിടെ ദൃശ്യമാകാൻ കഴിയുമായിരുന്നു. കാരണം കൊച്ചു കുഞ്ഞിന് പോലും തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് വളരെ സ്നേഹത്തോടു കൂടി അവർ വിളിക്കുന്ന, അങ്ങനെ അവരുടെ എല്ലാം മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു അപാലവൃദ്ധം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന, ഒരു മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മായാത്ത ചിത്രമായി ഉഴവൂർ വിജയന്റെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ ഉഴവൂർ അദ്ദേഹത്തിന്റെ മണ്ണിലേക്ക്, കാരണം ജന്മനാടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നേതാവ്, നാട്ടുകാർ എവിടെ പോയാലും ഉഴവൂർകാരനെന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഉഴവൂർ വിജയന്റെ നാട്ടുകാരല്ലേ എന്ന ചോദ്യത്തിൽ അഭിമാനിച്ചിരുന്ന ഒരു നാട്ടുകൂട്ടം, ഒരു നാട്ടുകാർ, അവർക്കെല്ലാം
അവരുടെ എല്ലാം പ്രിയപ്പെട്ട ഉഴവൂർ വിജയൻ ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹം അനശ്വരനായി ജനമനസ്സുകളിൽ എപ്പോഴും നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം സാക്ഷിയാക്കുന്നു. ഒപ്പം അദ്ദേഹത്തെ കാണാൻ നിരവധി പേർ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ. അതിനുശേഷം വൈകിട്ട് ഇന്ന് അനുശോചന യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ അടക്കം പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. രാവിലെ 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഉഴവൂർ വിജയന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി അവരുടെ ദുഃഖം പങ്കുവച്ചു. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു ജനകീയനാകാൻ തന്നെ കഴിഞ്ഞ ഒരു നേതാവ്. മാത്രവുമല്ല, നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ തറവാട്ടിന്റെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അത് CH മുഹമ്മദ് കോയയുടെയും അതുപോലെ ലോലപ്പൻ നമ്പാടന്റെയും EK നായരുടെയും എല്ലാം ശൈലികൾ. ആ ശൈലിയുടെ പിൻപറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉഴവൂർ വിജയൻ. അങ്ങനെ ആ ശൈലി ജനങ്ങൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതിന്റെ ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങുകൾ കുറിച്ച് താനത്തെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പുരോഗമിക്കുകയാണ്.